നമ്മുടെ വിദ്യാഭ്യാസ രീതിയും IT വ്യവസായ മേഖലയുമായുള്ള വലിയ അന്തരം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 2019 ആരംഭിച്ച എഡ്യൂടെക് സ്ഥാപനം 2049-ലധികം വിദ്യാർത്ഥികളെ വിജയകരമായി ജോലി നേടാൻ സഹായിച്ച ബ്രോട്ടോടൈപ്പ് കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിലെ മുൻനിര IT ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറി. ഫുള്ളി ടെക്നിക്കലായിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നിട്ടാണ്. അതുവരെ ഞാനൊരു കാണാപ്പാഠം പഠിച്ചിട്ടുള്ളൊരു ഫിസിക്സ് ആയാലും മാത്സ് ആയാലും എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് വന്നിട്ടാണെങ്കിലും നല്ല മാർക്ക് കിട്ടിയാണെങ്കിലും ഈ ടെക്നിക്കൽ ഫീൽഡിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഓരോ വീക്ക്ലി ടാസ്കിലൂടെ ഞാൻ മറികടന്നിട്ട് ഓരോ പ്രാവശ്യവും ഇങ്ങനെ എൻ്റെ സ്കില്ല് ഡെവലപ്പായി വന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിപ്പോൾ എൻ്റെ ഈ 19ാമത്തെ വയസ്സിൽ ഒരു 40,000-ൽ മുകളിൽ സാലറി കിട്ടി. ഞാനിപ്പോൾ പ്ലേസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ത്രൂ ഔട്ട് ജേണിയിൽ എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത് കാരണം മാത്രമാണ്. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പാരമ്പര്യ വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ബ്രോ ലേണിംഗ് എന്ന പുതിയ സമീപനമാണ് ബ്രോട്ടോടൈപ്പ് മുന്നോട്ട് വെക്കുന്നത്. പരമ്പരാഗത ക്ലാസ് മുറികളും അധ്യാപക മാർഗനിർദ്ദേശങ്ങളും ഒഴിവാക്കി നേരിട്ട് IT മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുമായി വിദ്യാർത്ഥികൾക്ക് സംവദിക്കാനും അവരിൽ നിന്ന് പഠിക്കാനുമുള്ള അവസരം ബ്രോട്ടോടൈപ്പ് ഒരുക്കുന്നുണ്ട്. നമ്മുടെ IT വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ എഡ്യൂക്കേഷൻ മോഡൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബ്രോട്ടോടൈപ്പിലൂടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. അതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള IT വിദ്യാഭ്യാസ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പോരായ്മകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പുതിയ മെത്തേഡ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലത്ത് ഞങ്ങൾ റിസർച്ചിലൂടെയും അതേപോലെ തന്നെ എക്സ്പെരിമെൻറ്റ്സിലൂടെയൊക്കെ ഞങ്ങളൊരു പുതിയ ലേണിംഗ് മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അതായത് ബ്രോ ലേണിംഗ് മെത്തേഡ് എന്നുള്ളതാണ്. അതായത് ബ്രോട്ടോടൈപ്പ് റിസർച്ച് ആൻഡ് ഔട്ട്കം ഓറിയൻറ്റഡ് ലേണിംഗ് മെത്തേഡ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. സോ പേരിലുള്ള പോലെ തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് റിസർച്ച്. നോർമലി നമ്മുടെ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് സൊല്യൂഷൻസ് ടെക്സ്റ്റ് ബുക്കിലൂടെ സ്പൂൺ ഫീഡ് ചെയ്തിട്ട് അതിലുള്ള കുറേ കാര്യങ്ങൾ എക്സാമിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന ഒരു മെത്തേഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളിവിടെ ബ്രോട്ടോടൈപ്പിൽ ചെയ്യുന്നത് റിയൽ ലൈഫിൽ നമുക്ക് വരുന്ന പോലെ തന്നെ പ്രോബ്ലംസ് ആണ് ആദ്യം സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടാസ്കുകളായിട്ട് ഓരോ വീക്കിലും സ്റ്റുഡൻസിന് കൊടുക്കുകയും അത് സ്റ്റുഡൻസ് സെൽഫായിട്ട് റിസർച്ച് ചെയ്ത് അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയും സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നിലവിലെ വ്യവസായ സാഹചര്യങ്ങളും ട്രെൻഡുകളും പരിഗണിച്ച് വിദഗ്ധർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ വിദ്യാർത്ഥികളെ അവരുടെ സാങ്കേതിക കഴിവുകൾ മെച്ചപ്പെടുത്താനും പ്രശ്നപരിഹാര ശക്തി വികസിപ്പിക്കാനും പ്രായോഗിക പ്രൊജക്ടുകളിൽ സജീവമായി പങ്കാളികളാകാനും പ്രാപ്തരാക്കുന്നു. 2049-ലധികം വിദ്യാർത്ഥികൾക്ക് ജോലിയൊരുക്കിയതിൽ ശരാശരി പ്രതിമാസ ശമ്പള പാക്കേജ് 39,000 രൂപയാണ്. ഞാൻ 2020 BCAക്ക് ജോയിൻ ചെയ്തു. അന്ന് പഠിക്കാൻ കുറേ കണ്ടൻറ്റുകൾ ആവശ്യമുള്ളത് കൊണ്ട് യൂട്യൂബിലൂടെ സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ നിഖിൽ സാറിൻ്റെ വീഡിയോ കാണുന്നത്. അങ്ങനെ നിഖിൽ സാറിൻ്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കി ഇതുപോലെ നമുക്ക് സെൽഫ് ലേൺ ചെയ്ത് പഠിക്കാം എന്നുള്ള കോൺഫിഡൻസ് നിഖിൽ സാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരു സ്റ്റെപ്പിൽ ഇവിടെ പഠിച്ച് തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു നോളജ് എന്താണ് പ്രോഗ്രാമിംഗ് എന്നുള്ളത് നമ്മൾ കുറേ ഇങ്ങനെ കാണുമല്ലോ. ഓരോ ഹാഷ് ഇൻക്ലൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴുള്ള ഒരു സാധനം മാത്രം കണ്ടിട്ട് ഓരോ വീക്ക് കഴിയും തോറും നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാവും. അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഓരോ വീക്കിലും നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് അറിയാതെ തന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓരോ വീക്കും നമുക്ക് പഠിക്കാനുള്ള ടാസ്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഈ ടാസ്ക് നമ്മൾ 1 വീക്ക് പഠിക്കുന്നു. അതിനുശേഷം ആ വീക്ക് എൻഡിൽ നമുക്ക് റിവ്യൂസ് ഉണ്ടാവും. റിവ്യൂസ് എടുക്കുന്നതെന്ന് വെച്ചാൽ വേറെ കമ്പനീസിലെ ബിറ്റ്വീൻ 5 to 10 years ഇതിനിടയിൽ എക്സ്പീരിയൻസ് ഉള്ള റിവ്യൂവേഴ്സ് ആയിരിക്കും. നമുക്ക് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് അവർ നമുക്ക് റിവ്യൂ എടുക്കും. അപ്പോൾ എന്താ ഇതിൻ്റെ ഉപകാരം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട്, നമ്മൾ എത്രമാത്രം പഠിച്ചു എന്ന് ഉറപ്പുവരുത്താം. ഈ വിദ്യാർത്ഥികളിൽ 39% പേർ +2 പഠനം പൂർത്തിയാക്കിയവരാണ്. 32% പേർ IT ഇതര പശ്ചാത്തലത്തിൽ നിന്നുള്ളവരും 29% പേർ IT പശ്ചാത്തലത്തിൽ നിന്നുള്ളവരുമാണ്. ഇതിൽ 40 വയസ്സിന് മുകളിലുള്ള 5 പേരും 165ഓളം സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. ഡെയിലി ഓരോരോ കുഞ്ഞു ഗ്രൂപ്പുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ സെഷൻസ് നടക്കും. അപ്പോൾ ഡെയിലി നമുക്ക് ആ ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ആ ഒരു സൈഡും ഒരു സോഫ്റ്റ് സ്കിൽ സൈഡും നല്ലോണം ഇമ്പ്രൂവ് ആയി. ഇപ്പം ഞാൻ നിൽക്കുന്നത് ബോർഡിംഗ് വീക്കിലാണ്. അതായത് എൻ്റെ 2 പ്രൊജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ആലോചിക്കുക പുറകെ നോക്കുമ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കോഡിങ്ങിനെ പറ്റി ഒരു ധാരണയില്ലാതെ ഇരുന്ന ഒരാൾ 2 പ്രൊജക്റ്റ് ചെയ്തു. അതും ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് തന്നെ പ്രൊജക്റ്റും ചെയ്യാനായിട്ട് പറ്റി. ഒത്തിരി കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. ഒരു കമ്പനിയിൽ ഇപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന് കോഴിക്കോട്, കൊച്ചി,
തിരുവനന്തപുരം, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ചെന്നൈ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നതിനോടൊപ്പം വീട്ടിലിരുന്ന് പഠിക്കുവാനുള്ള സൗകര്യവും ബ്രോട്ടോടൈപ്പ് ഒരുക്കുന്നുണ്ട്. ഇതുവഴി 2100-ലധികം വിദ്യാർത്ഥികൾ പഠനം തുടരുന്നു. ബ്രോട്ടോടൈപ്പിൽ ടെക്നോളജിയിലെ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് സിലബസ് നിരന്തരം പുതുക്കുന്നു. ഇത് നടപ്പിലാക്കാൻ അതിനായി ആഴ്ചതോറും 500-ലധികം ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്യുകയും അതിൽ നിന്നുള്ള മികച്ചവരാണ് സിലബസ് രൂപപ്പെടുത്തുകയും ചെയ്യുന്നത്. വെബ് ഡെവലപ്മെന്റ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ് തുടങ്ങിയ എല്ലാ കോഡിംഗ് മേഖലകളും ബ്രോട്ടോടൈപ്പ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നുണ്ട്. ബ്രോട്ടോടൈപ്പിൽ ഓരോ ആഴ്ചയും വിദ്യാർത്ഥികൾക്ക് ടാസ്കുകൾ നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായ മേഖലയിലെ വിദഗ്ധർ വിദ്യാർത്ഥികളുമായി അഭിമുഖം നടത്തി പ്രകടനം വിലയിരുത്തുകയും ചെയ്യുന്നു. ഈ രീതിയിലൂടെ ഒരു വർഷം മുഴുവൻ ഓരോ ആഴ്ചയും സ്കിൽ ബേസ്ഡ് ടെസ്റ്റ് നടത്തി വിദ്യാർത്ഥികളെ ഒരു ജോബ് റെഡി കാൻഡിഡേറ്റ് ആക്കി മാറ്റുകയാണ് ബ്രോട്ടോടൈപ്പ് ചെയ്യുന്നത്.